അങ്ങനെ എൻ്റെ ഹൈഡ്രേറ്റഡ് ചാലഞ്ചിൻ്റെ വേറൊരു ദിവസം ഇങ്ങനെ എത്തിപ്പോയി. പതിവ് പോലെ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിച്ച് വയറ് നിറച്ച് വെള്ളം കുടിച്ച് മനസ്സും നിറച്ച് വെള്ളം കുടിച്ച് എൻ്റെ ഒരു ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നേരെ താഴെ പോയി ചായയൊക്കെ ഇട്ട് കുടിച്ച് മിററിൻ്റെ മുന്നിലൊക്കെ പോയി നിന്ന് 2 ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ട് റെഡി ആവാൻ വേണ്ടി റൂമിലേക്ക് ചെന്നു. അപ്പം ഇന്നെനിക്ക് ഇത്തിരി സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് റൂമിൽ പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ഓർത്തു ഇച്ചിരിയൊക്കെ റെഡി ആവുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ അത്യാവശ്യം ഒന്ന് ഓടിപ്പടിച്ച് ജോലിക്ക് പോകുമ്പോൾ ബേസിക്കായിട്ട് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ റൊട്ടീൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ആദ്യം നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഇതൊരു തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ഞാൻ സിമ്പിൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ അതാണ് യൂസ് ചെയ്യണത്. അത് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. അതിന് ശേഷം ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യും. അത് നന്നായിട്ട് വാരി പൊത്തിക്കണം കേട്ടോ. സൺസ്ക്രീൻ ഒട്ടും നമ്മൾ പിശുക്കരുത്, നന്നായിട്ട് ഇടുക. പിന്നെ ഞാൻ SPF 30 ആണ് ഇടുന്നത്. ബിക്കോസ് എപ്പോഴും ഇങ്ങനെ വെയിലൊന്നും ഇല്ലല്ലോ ഇവിടെ. എന്നാലും അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടി ഇടും. അപ്പോൾ അത്ര സ്കിൻ കെയർ ആണ്. അതിനുശേഷം ഞാൻ ഐബ്രോ ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കും. പ്ലസ് ഞാൻ ചിലപ്പോൾ ഒന്ന് ഐബ്രോ ഫില്ലും ചെയ്യും. ഇടയ്ക്കൊക്കെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതിന് ശേഷം ചെയ്യുന്നത് എന്താണെന്നറിയോ? ലിപ്പ് ലൈൻ ചെയ്യും. ലിപ്പ് ലൈൻ ഞാൻ ചെയ്യുന്നത് ആക്ച്വലി ലിപ്പ് ലൈനർ വെച്ചിട്ടല്ല, എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമ്മുടെ ഐബ്രോയുടെ ബാക്കിൽ സ്പൂണിൻ്റെ ബാക്കിലുള്ള ബ്രഷ് വെച്ചിട്ടാണ് ലിപ്പ് ലൈൻ ചെയ്യണം. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടെക്നിക്കാണത്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതിനുശേഷം ഒരു ലിപ്പ് ക്രയോൺ പെൻസിൽ വെച്ചിട്ടൊന്ന് ലിപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ബ്ലഷ് ഇട്ടു. ഇത് ഓപ്ഷനിലാട്ടോ. ഇടയ്ക്ക് മൂടുണ്ടെങ്കിൽ ഇത്തിരി ബ്ലഷൊക്കെ ഇടാം. അത് വളരെ മൈൽഡായിട്ട് ഇട്ടിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് വെക്കും. അതൊരു നല്ലൊരു ഹാക്കാണ് കേട്ടോ. നമ്മുടെ നോസ് തൊട്ട് നമ്മുടെ ചീക്ക് അത്രയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ ഒരു നാച്ചുറൽ ലുക്ക്, അതായത് നമ്മൾ ഇടുന്നതിൻ്റെ ഒരു 90% ഞാനത് തൂത്ത് കളയും. ബട്ട് അപ്പോൾ ഒരു നാച്ചുറൽ ഫീല് കിട്ടും. ഇത് കുറച്ച് കഴിയുമ്പോൾ പോകും കേട്ടോ. വൈകുന്നേരം വരുമ്പോൾ കോല കാണണം. അതിനുശേഷം ഞാൻ നമ്മുടെ റോസ്മേരി തലയിലൊക്കെ മറന്നുപോയായിരുന്നു. അപ്പം ഞാൻ ആ കിട്ടിയ ഗ്യാപ്പിൽ അത് ചെയ്തു. നല്ല നരയൊക്കെ വെച്ചു. എനിക്ക് പ്രായമായി, തല വന്നു തലയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് മുടി ചീകി. ഈ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ മുടി വളരുമ്പോഴേക്കും നല്ല 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 ബലേബേഷായിരിക്കും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്, പക്ഷെ സാരമില്ല. പിന്നെ കുടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഫില്ല് ചെയ്തു. വെള്ളമാണല്ലോ മുഖ്യം. അപ്പം ഞാൻ വെള്ളം കൊണ്ടും. ഇവിടെ എല്ലാവരും പൈപ്പ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തണുപ്പും ചൂടും വെള്ളമുണ്ട്. തണുത്ത വെള്ളം നമുക്ക് കുടിക്കാൻ യൂസ് ചെയ്യാം, ചൂടുവെള്ളം കൊള്ളൂല. അപ്പോൾ തണുത്ത വെള്ളം ഫില്ല് ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ ഇച്ചിരി ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചിട്ട് ജോലിക്ക് പോകുന്ന പോലെ നിങ്ങൾ കണ്ടില്ലേ? അഭിനയാണെന്ന് തോന്നിയില്ലല്ലോ അല്ലേ? ഞാൻ അറിയാത്ത പോലൊക്കെ പോയല്ലേ. അതിനൊക്കെ ശേഷം ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസം, പക്ഷേ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ പൂക്കളൊക്കെ വന്നു തുടങ്ങി. അയ്യോ, ഒരു കുറച്ച് തണുപ്പിന് ശേഷം പൂക്കൾ വരുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ? ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുക. അപ്പം നല്ല കട്ട വെയിൽ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ ഭാവങ്ങൾ വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 10 മിനിറ്റ് അല്ല ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബസ്സൊക്കെ വന്നു. പെട്ടെന്ന് വന്നു കേട്ടോ. 2 ബസ് കാരണം എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഞാൻ ബസ്സിനാണ് പോണേ. അതിനുശേഷം എനിക്കൊന്ന് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഹാപ്പി കുട്ടനെ വിളിച്ചു. അയ്യോ, അവനെ കുറച്ച് നേരം കൊഞ്ചിച്ചു. എന്റെ ചക്കര വാങ്ങാനോ, എന്റെ ചുക്കുടി വാങ്ങാനോ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞു. വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ തൊട്ട് വെളിയിൽ ഈ മരത്തിൽ പൂക്കൾ എന്ത് ഭംഗിയാണെന്നറിയോ? ഞാൻ എൻ്റെ നേരിൽ എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയുടെ 1001% പോലും ഈ ഫോണിലത് അറിയാനില്ല. ഇതെന്താ പറയുകയെന്നറിയോ? നമ്മൾ ഈ താമരപ്പൊയ്കകളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഇങ്ങനെ രാവിലത്തെ സൺലൈറ്റ് വരുമ്പോൾ ഇങ്ങനെ താമരമുട്ട് വിരിഞ്ഞ് നിൽക്കില്ല, ആ ഒരു ലുക്കായിരുന്നു. കിടിലനായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് പട്ടാളമായിട്ട് ലുഡോ കളിച്ചു. പിള്ളേർ ഫസ്റ്റ് അടിച്ച് ആർക്കായിരുന്നു അറിയത്തില്ല. ബൈ ദ ബൈ, ആ കളി ജയിച്ചത് ഞാനാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ.